നല്ല കിടില സിലോപ്പിയാണേ. സിലോപ്പി എന്ന് പറയുന്നത് നല്ല നല്ല മുഴുത്ത സിലോപ്പിയാണേ. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. പൊളി പൊളി പൊളി. ഇതെൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ പോയി കഷ്ടപ്പെട്ട് പിടിച്ചതൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണേ. 3 ഉള്ളൂ, പക്ഷെ നല്ല മുഴുപ്പുണ്ട്, നല്ല വലിയ സാധനം. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ സാധനം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ പുഴ മത്സ്യം സ്വന്തമായിട്ട് കട്ട് ചെയ്ത് പാകം ചെയ്യാൻ പോകുന്നത്. ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നത്. പക്ഷേ പൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മുഴുപ്പാണ് എന്നെ. കാര്യം ഇത്രയും വലിയ സിലോപ്പി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പാനലിനകത്ത് ഈ പറഞ്ഞ പോലെ 3 ഇട്ടപ്പോൾ തന്നെ എല്ലാം ഫുള്ളായി. ഇനിയിപ്പോൾ ഇടാൻ സ്പേസ് ഇല്ല. ഇതാണ് ഇതിൻ്റെ ഒരു കഥയെന്ന് പറയുന്നത്. സൂപ്പറാണ്. പിന്നെ അത് ഗ്യാസ് വളരെ, അതായത് എൻ്റെ തീയില്ലേ, എൻ്റെ ഒരുപാട് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതൊരു പൊളി സാധനമായിരിക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഞാൻ പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇതിപ്പം എന്നെ ആരും സഹായിച്ചതല്ല. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് പിടിച്ചുകൊണ്ടൊന്ന് വേറെ ആളാണെങ്കിലും ഇതിനെ ക്ലീൻ ചെയ്ത് ഇതിനകത്ത് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലിട്ടാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇട്ട് ശീലമൊന്നും എനിക്കില്ല. നമുക്ക് ഒന്നാലും എനിക്കൊരു പുതിയതായിട്ട് ഞാൻ ചെയ്ത ഒരു സംഭവം ആയതുകൊണ്ട് എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് മറിക്കാം. അപ്പോൾ പക്ഷേ നല്ല ഇത് പൊടിഞ്ഞൊന്നും പോകുന്നില്ല. ഇത് നമ്മുടെ നാട്ടിലെ സിലോപ്പിയാണേ. എൻ്റെ ഒരു സുഹൃത്ത്, കൂട്ടുകാരനൊന്നും പറയാൻ പറ്റൂല, എന്നാൽ സുഹൃത്തൊന്നും പറയാം, എന്നാൽ കൂട്ടുകാരനുമാണ്, സുഹൃത്തുമാണ്, എല്ലാം. പുള്ളി എനിക്ക് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. കാര്യം നല്ല മുഴുപ്പുണ്ട്. ഇത് ചെറുതല്ല, ഇത് വലിയ സിലോപ്പിയ. ഈ 3 കൂടെ ഏകദേശം ഫ്രഷാക്കി ഇത് 3 ഇപ്പം തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ഉണ്ടാവും. 3 മീനെ. അടിപൊളി സാധനം. അപ്പം സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഈ തിളയ്ക്കുന്ന ഒരു സൗണ്ടില്ലേ, അത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഈ ഒരു രക്ഷയില്ല കേട്ടോ, എന്നാ സൗണ്ടാന്ന് പറയുമോ. സംഭവം ഏകദേശം റെഡിയായി. ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇതിനെ കൈകാര്യം ചെയ്യുകയാണ്. കാര്യം എനിക്കൊരുപാട് ഇത് കറുത്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല, എന്നാൽ ഫുള്ളായിട്ട് വേവയും വേണം. അത് അങ്ങനെയാണ്. ഞാൻ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോഴും നന്നായിട്ട് വെന്ത് സെറ്റായാലേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ കറുപ്പ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും ശ്രദ്ധിച്ച് സ്പോട്ടിൽ നിൽക്കുന്നത്. അപ്പം അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അടിപൊളി മറിയുന്നുണ്ടേ. നോക്കാം, കുഴപ്പമില്ല. അടി പിടിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് മാറ്റിയൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കുക. പക്ഷെ നല്ല മുഴുപ്പുണ്ട് സാധനം. ഇതിപ്പോൾ തന്നെ കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കഴിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ കോൾ വരുന്നുണ്ട്. ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറിച്ചിടാം. 2-3 പ്രാവശ്യം മറിച്ചിട്ടു. എനിക്ക് ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ മറിക്കുന്ന എനിക്കിഷ്ടമല്ല. അത് പതുക്കെ ഫുള്ള് വേവ് ആവുന്നവരെ ഇങ്ങനെ പതുക്കെ കുറേച്ച് ഇങ്ങനെ മറിച്ചിട്ട് ചെയ്യുക. അപ്പോഴാണിത് കറക്റ്റായിട്ട് വേവുന്നത്. അല്ലാതെ ചുമ്മാ കറുപ്പിച്ച് ഒരുപാട് ഇതാക്കി എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ. അപ്പോൾ ഞാനിത് വളരെ അടിയിലൊന്നും പിടിക്കാതെ ഈ പറഞ്ഞ പോലെ കുറച്ച് ശ്രദ്ധിച്ചാണ് പണി ചെയ്യുന്നത്. അപ്പം കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്തായാലും ഇപ്പം കൂളായിട്ട് തന്നെ സാധനമുണ്ട്. കേടുപാടൊന്നും കൂടാതെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. കാര്യം എനിക്കിത് നന്നായിട്ട് തന്നെ കിട്ടണം. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു, കുറച്ച് സമയമെടുത്തു. ഇപ്പം പൊട്ടാതെ എല്ലാം ലെവലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇതെനിക്ക് നല്ല കറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയത് അതേപോലെ തന്നെ ഉണ്ട്. നന്നായിട്ട് പാകമായിട്ടുണ്ട്, ഉറപ്പാണ്. അപ്പം ഇതൊന്ന് തണുത്ത ശേഷം ഒന്ന് ഞാനൊന്ന് ഇങ്ങനെ എടുക്കും. അതും കൂടെ കാണിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ
ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ. അതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇന്ന് ബാക്കിയുള്ളത് മക്കൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ഞാൻ എങ്ങനെ എടുക്കുക? നല്ല ചൂടുണ്ടേ, പെട്ടെന്ന് ചെയ്യുന്നതാണ്, അവസരപ്പെട്ട് ചെയ്യുന്നതാണേ. സംഭവം പൊളിയാണെന്ന് തോന്നുന്നു, നല്ല പൊളിയായിട്ടുണ്ട്. ഇതിനത് കഴിച്ചു നോക്കട്ടെ. കഴിക്കൊന്നുമില്ല, പൊളിയാണ്, വേറെ സംഭവമൊന്നുമില്ല. നല്ല നല്ല സൂപ്പറാണിത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ കുക്ക് ചെയ്തു, അതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വിചാരിച്ചത്. എന്തായാലും ഇത് യൂട്യൂബിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ശരി, എന്തായാലും കൊള്ളാം കേട്ടോ, പൊളി സാധനമാണ്. നോക്കിയേ, നല്ല പൊടിയായിരിക്കും കേട്ടോ, പൊളി സാധനം ഇത് ഉറപ്പാണ്, 100%. ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ, കഴിച്ചിട്ട് പിന്നെ ഏതെങ്കിലും സമയത്ത് പറയാം.